അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് രാവിലെ തന്നെ എന്താണ് ഈ കറിയൊക്കെ ആയിട്ട് എന്താ വന്നിട്ടുള്ളത്. തമ്മിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഇപ്പോൾ മീൻ കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ എന്താണെന്ന് വേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ മൺചട്ടി എടുക്കുക. ഏത് പാത്രത്തിലാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നമ്മളൊരു മൺചട്ടിയിലെടുത്തതാണേ. നിങ്ങൾക്ക് പാനിലോ വേറെ ഏതെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മളെന്താ മൺചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് കടുക് എടുക്കാം. അപ്പോൾ എന്തിനെ കൊണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത് തമിഴിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ. നമ്മളെ പപ്പടമാണ് കേട്ടോ. പപ്പടം ചില ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവും, ചില ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ല. എന്തായാലും നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ചെറിയ ജീരകമാണ് ഇടുന്നത് കേട്ടോ. വലിയ ജീരകമല്ലേ, ചെറിയ ജീരകമാണ്. അപ്പോൾ അത് രണ്ടും നല്ലപോലെ പൊട്ടിയതിന് ശേഷം നമ്മൾ വറ്റൽമുളകാണ് എടുക്കുന്നത്. വറ്റൽമുളക് ഒരു 4 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കട്ടോ. ഞാനൊരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. ആ 4 എണ്ണം നല്ലോണം വഴറ്റിയെടുക്കാം. അതിന് ശേഷം കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളി കേട്ടോ വേണ്ടത്. രണ്ടും ഒരേ അളവല്ല, കൂടുതൽ ചെറിയ ഉള്ളിയാണ് വേണ്ടത്. അതിൻ്റെ ഒരു ചുവ നല്ലോണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് രണ്ടും നമ്മൾ കട്ട് ചെയ്യാണ്ട് തന്നെ തൊലിയൊക്കെ പോക്കിയിട്ട് അതേപടി തന്നെ ഇടാം കേട്ടോ. കട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കട്ട് ചെയ്യാം, പക്ഷേ ഞാൻ കട്ട് ചെയ്തിട്ടില്ല. നല്ലോണം വാടേണ്ടതാണല്ലോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒന്ന് കട്ട് ചെയ്യാണ്ട് അത് നല്ലോണം വാട്ടിയെടുക്കുക. അതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില എടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില അതിലേക്ക് ഇടുക. പിന്നെ ഒരു മീഡിയം തക്കാളി ഒന്ന് എടുത്താൽ മതി, അതിൽ കൂടുതൽ എടുക്കാൻ പാടില്ല കേട്ടോ. മീഡിയം സൈസ് ഒരു തക്കാളിയാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടി നമ്മൾ നല്ലപോലെ വഴറ്റുക. നല്ലപോലെ തന്നെ വഴറ്റണം കേട്ടോ. അപ്പോൾ നല്ലപോലെ വഴറ്റുക. അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിടാം. കൂടുതലൊന്നും വേണ്ട, പപ്പടമാണ്. പപ്പടത്തിന് കുറച്ചൊരു ഉപ്പുണ്ടാവും കേട്ടോ. ഉപ്പ് രസമുള്ളതാണല്ലോ. അപ്പം അധികം ഒന്നും രണ്ടോ കൂടുതലായി പോകേണ്ട, ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കുക കേട്ടോ. ഇളക്കിയതിന് ശേഷം നമ്മളൊന്ന് തീയൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തക്കാളി ഒന്ന് വാടുന്ന വരെ നോക്കട്ടോ. ആ സമയത്ത് നമ്മളൊരു 4 പപ്പടമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കുറഞ്ഞ ആളതിനെക്കൊണ്ട് നമുക്ക് 4 പപ്പടം മതി. അപ്പോൾ 4 പപ്പടം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ, ലവ് ഷേപ്പിലാണോ അല്ല റൗണ്ട് ഷേപ്പിലാണോ, എന്ത് ഷേപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് വേവണ സമയം, തക്കാളിയൊക്കെ വാടുന്ന സമയത്താണ് ഞാനത് ചെയ്യുന്നത്. 4 പപ്പടം എടുത്തിട്ട് ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് മൂടിയൊക്കെ തുറന്ന് ഒന്ന് നോക്കിയപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാടിയതിൻ്റെ ശേഷം അതിലേക്ക് നമുക്ക് അതിൻ്റെ പൊടികളിടാം. അപ്പോൾ കുറച്ച് നമ്മളിത് 1 ടീസ്പൂണാണ് നമ്മൾ മുളക് പൊടി ഇടുന്നത് കേട്ടോ. നമ്മൾ ചെറിയ സ്പൂണായതുകൊണ്ട് നമ്മൾ 2 എണ്ണം ഇടുന്നുണ്ട്. അപ്പോൾ കുറച്ച് മതി. പിന്നെ അതേ സെയിം തന്നെയാണ് നമ്മൾ മല്ലിപ്പൊടി ഇടേണ്ടത്. മുളക് പൊടി എത്രയാണ് ഇട്ടത് അതേ സെയിം തന്നെയാണ് മല്ലിപ്പൊടി ഇടേണ്ടത് കേട്ടോ. അങ്ങനെ മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞ് കുറച്ചൊരു മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കുക കേട്ടോ. ഈ ചട്ടിയിൽ തന്നെ നല്ലപോലെ അത് ഒന്ന് ഇളക്കുക. ഇളക്കൽ തന്നെ പരിപാടി. ഇളക്കി ഈ ചട്ടിയിൽ ഇളക്കുന്നേരം ഒരു ഇതാണല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചൊരു പുളി നമ്മൾ വെള്ളം പാർന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പുളിവെള്ളം കൂടി അതിലേക്ക് പാരട്ടോ. അപ്പം പുളിവെള്ളം പാരുന്നത് കൊണ്ടിട്ടാണ് നമ്മൾ തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി എടുക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പുളിവെള്ളവും പാർന്ന് അതിൻ്റെ ശേഷം 1 കപ്പ് ചുടുവെള്ളവും പാർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് നല്ലപോലെ വേവട്ടെ കേട്ടോ. അപ്പോൾ അത് സമയം കൊണ്ട് നമ്മളിതാ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിൽ നമ്മൾ പപ്പടം കാച്ചിട്ട് വെളിച്ചെണ്ണ പാർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പപ്പടം കാച്ചാനുള്ള വെളിച്ചെണ്ണയൊക്കെ ആയിട്ടുണ്ട്. അതാ നല്ലപോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തത് മൊത്തത്തിലായിട്ട് അതിൽ ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആ കട്ട് ചെയ്തതൊക്കെ മൊത്തത്തിലാക്കി ഇട്ടിട്ട് നല്ലപോലെ അത് പപ്പടം കാച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ നല്ലപോലെ എണ്ണയൊക്കെ വാറ്റിയതിന് ശേഷം അതെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുണ്ടോ, നിങ്ങൾ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് മീൻ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ചിക്കൻ കിട്ടിയില്ലെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ചയാണ്, അപ്പോൾ മിക്കവാർക്കും ചിക്കനൊക്കെ ആയിരിക്കും. ചിക്കൻ കിട്ടിയില്ലെങ്കിൽ ഇന്ന് തന്നെ ഇത് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് പപ്പടമൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളിതാ വെള്ളമൊക്കെ നല്ലപോലെ
വറ്റി തുടങ്ങിയിട്ടുണ്ട്. എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ഈ പപ്പടം കാച്ചിയത് അതിലേക്ക് മൊത്തത്തിലായിട്ട് ഇട്ടിട്ട് ഒന്നായിട്ട് ഇളക്കരുത്. സാവധാനം ഒന്ന് ഇങ്ങനെ ഇളക്കിയാൽ മതി കേട്ടോ. മുകളിലായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയാൽ മതി. മൊത്തത്തിലിങ്ങനെ ഇട്ടപാട് തന്നെ ഇളക്കരുത്. മുകളിലായിട്ട് ഇങ്ങനെ കുറച്ചൊന്ന് ഇളക്കി വരും കേട്ടോ. അപ്പോൾ കാണുമ്പം തന്നെ ഒരു അടിപൊളി ടേസ്റ്റാണ്, നാടൻ ലുക്കാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു കുറച്ചൊരു തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതലായിട്ടൊന്നുമല്ല, ഒരു അരമുറിയൊന്നും എടുത്തില്ല. അരമുറിനെക്കാട്ടി കുറച്ചൊരു കുറവേ എടുത്തിട്ടുള്ളൂ കേട്ടോ. തേങ്ങാപ്പാലും കൂടി ഒഴിക്കുക അതിലേക്ക്. അപ്പോൾ അതിൻ്റെ കളർ തന്നെ വ്യത്യാസമായി നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിക്കുക കേട്ടോ. അതിൻ്റെ ശേഷം നമ്മളിതാ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട്, എന്നാലും കുറച്ച് കറിവേപ്പില 2 പച്ചമുളകും തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലപോലെ വെന്തതിന് ശേഷമാണ് നമ്മൾ ഇടുന്നത്. അതും കൂടി ഇതായിട്ടതാ നമ്മളെ പപ്പടം കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഉച്ചക്കിലേക്ക് ഇതാണ് കേട്ടോ. നമുക്കിതാ ഇന്ന് ഇതും പിന്നെ ചക്ക ഉപ്പേരിയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നല്ലൊരു നാടൻ ലുക്കിലുള്ള ഒന്ന് ലഞ്ച് അടിപൊളി നാടൻ ലുക്കിലാണ് കേട്ടോ ഉണ്ടായത്. അത് അടിപൊളി നല്ലൊരു ടേസ്റ്റ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്, വേറൊരു ടേസ്റ്റ്. നമ്മൾ ചിക്കനും മീനൊക്കെ കൂടുന്നതിനെക്കാട്ടി വേറൊരു തരം ടേസ്റ്റാണ്. അപ്പം ആരെങ്കിലും ഇത് ഉണ്ടാക്കിയതാണെങ്കിൽ കമൻറ്റ് അറിയിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ആരും ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെയും ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഷെയർ ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് ടേക്ക് കെയർ. ബൈ ബൈ.